കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കാരശ്ശേരി ഡിവിഷനിൽ UDF-ലെ വിമത ശല്യത്തിന് ഇനിയും പരിഹാരമായില്ല. ഔദ്യോഗിക സ്ഥാനാർത്ഥി VN ഷുഹൈബിനെ പിൻവലിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിമതർ. DCC അംഗവും കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ MT അഷ്റഫ്, മുക്കം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് M സിറാജുദ്ദീൻ എന്നീ മുതിർന്ന നേതാക്കളാണ് വിമതരായി നിൽക്കുന്നത്. ദീപക് മലയമ്മ നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് ദീപക് മലയമ്മ. വിമതർക്ക് വഴങ്ങേണ്ടി വരുമോ പാർട്ടിക്ക്? സുജയ, നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലൊരു സമവായത്തിലേക്ക് എത്തേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് 5 പേരാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ വിമതരായി രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് VN ഷുഹൈബിനെയാണ് പാർട്ടി നിർദ്ദേശിച്ചിരുന്നത്. അതിന് പിന്നാലെയാണ് DCC മെമ്പറും ഒപ്പം തന്നെ അവിടുത്തെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമൊക്കെ ഈ സ്ഥാനാർത്ഥി ആവശ്യമുന്നയിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നത്. അതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് അവിടുത്തെ നിയോജകമണ്ഡലം പ്രസിഡന്റ് ദിശാൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പിന്നാലെ തന്നെ കാരശ്ശേരി മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റുമാരായ അഷ്കർ സർക്കാരും ഒപ്പം തന്നെ ഷാനിബ് ചോണാടും അവിടെ പത്രിക സമർപ്പിക്കുന്ന സാഹചര്യം കണ്ടു. അതിൽ ഷാനിബിനെ പാർട്ടി പെട്ടെന്ന് തന്നെ നടപടിയെടുത്ത് പുറത്താക്കിയിട്ടുണ്ട്. പക്ഷേ മറ്റ് 2 പേരെ ഗ്രൂപ്പിന്റെ ഒക്കെ ഭാഗമായതുകൊണ്ട് അങ്ങനെ സാധ്യമാകാത്ത സ്ഥിതിയുണ്ട്. ഇതിലിപ്പോൾ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് പിന്നാലെ തന്നെ 2 പ്രമുഖ, അതായത് പാർട്ടിയിൽ ലീഡർ കൂടുതലായി പ്രാധാന്യമുള്ള 2 പേർ കൂടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ആരെങ്കിലും ഒരാളെ സ്ഥാനാർത്ഥിയാക്കി മാറ്റി മറ്റു പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമമായിരിക്കും പൊതുവെ ഉണ്ടാകുക എന്നാണ് കരുതുന്നത്. എന്തായാലും ദേശപ്പോര് കടുക്കുകയാണ്. കൂടുതൽ കാഴ്ചകൾ, വാർത്തകളൊക്കെയായി ദീപക് മലയമ്മയും സംഘവും നമുക്കൊപ്പം ചേരും.